അസ്സലാമു അലൈക്കും. നമ്മുടെ കുട്ടികളുടെ ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് പരിപോഷിപ്പിക്കാൻ വേണ്ടി ലിറ്റിൽ മുഅ്മിൻ എന്ന ഒരു പുതിയ പ്രോഡക്റ്റ് മിയാൻമർ ക്രസൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. ഇതിനകത്ത് 15ഓളം ആക്ടിവിറ്റികളുണ്ട്, 100ഓളം അറിവുകൾ കുട്ടികൾക്ക് ലഭിക്കും. നമുക്ക് ഓരോന്ന് എങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇസ്ലാം കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മുകളിൽ 2 പേജിലായിട്ട് മുകളിൽ നമുക്ക് ഈ വെൽക്രോ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ഇസ്ലാം കാര്യത്തിൻ്റെയും ഇവിടെ യോജിക്കുന്ന ഇമേജ് സെലക്ട് ചെയ്തിട്ട് കുട്ടി ഇവിടെ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുട്ടിക്ക് ഇമേജ് റെക്കഗ്നിഷനിലൂടെ ഇസ്ലാമിക് കോൺസെപ്റ്റ് കൃത്യമായി പഠിക്കാൻ പറ്റും. ഏതാണ് ഹജ്ജ്, ഉദാഹരണത്തിന് ഷഹാദത്ത് കലിമ, അതുപോലെ നിസ്കാരം, സക്കാത്ത്, സൗമ്, ഹജ്ജ്. അപ്പോൾ അതിനോട് ആക്റ്റായിട്ടുള്ള ഇമേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടി കൃത്യമായി ഇവിടെ ഒട്ടിക്കുന്നതോടുകൂടി അടിയിലുള്ള എന്താണ് കോൺസെപ്റ്റ് എന്ന് വായിക്കുകയും ചെയ്യുന്നതോടുകൂടി അത് കൃത്യമായിട്ട് കുട്ടിക്ക് റിപ്പീറ്റ് ആക്ടിവിറ്റിയിലൂടെ പഠിക്കാൻ പറ്റും. രണ്ടാമത്തേലുള്ളത് ഈമാൻ കാര്യമാണ്. 6 ഈമാൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക, അവന് മലായിക്കത്തിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ ഇമേജ് കൊടുത്തിട്ടുണ്ട്, കുട്ടി ഒട്ടിക്കേണ്ടത് അതിനോട് നേരെ സമാനമായിട്ടുള്ള ടെക്സ്റ്റാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ഇമേജ് റെക്കഗ്നൈസ് ചെയ്ത് ടെക്സ്റ്റ് ഉള്ള ആ വെൽക്രോ സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കുന്നതോടുകൂടി കുട്ടിക്ക് ഈമാൻ കാര്യം കൃത്യമായി ബോധ്യപ്പെടും. ഇത് 2-3-4 ആക്ടിവിറ്റിയിലൂടെ കുട്ടിക്ക് ചെയ്യാൻ കഴിയും, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിസ്കാരമാണ്. പ്രയർ ടൈമാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടൈമിനെയും അറിയിക്കുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, മുകളിൽ ടൈമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിലാണെങ്കിൽ സുബഹ്, അതുപോലെ അറ്റ് നൂണാണെങ്കിൽ ളുഹർ, ഈവനിങ് ആണെങ്കിൽ അത് അസർ, ലൈറ്റ് ഈവനിങ് ആണെങ്കിൽ അത് മഗ്രിബ്, ആൻഡ് അറ്റ് നൈറ്റ് ഇഷ. അപ്പോൾ കുട്ടിക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികം നിസ്കാരത്തോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരാനും ആ സമയത്ത് നിസ്കരിക്കാനും, ഇനിയിപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയാക്കി നിങ്ങൾക്ക് കുട്ടികൾക്ക് ദിവസം ചെയ്യിക്കുക, അത് ഓരോ നിസ്കരിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടിക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയെ കൊണ്ടുവന്ന് കുട്ടിയുടെ ഒരു ബിഹേവിയർ ഫോം ചെയ്യാൻ പറ്റും. അടുത്തത് വുളൂവിൻ്റെ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നമ്മൾ വുളൂവിൻ്റെ സ്റ്റെപ്പൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, പറഞ്ഞെടുത്തിട്ടുണ്ടാവും. പക്ഷേ വീണ്ടും കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടിക്ക് അത് മനസ്സിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് സ്റ്റെപ്പുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ ഓരോന്ന് ഓർഡറിൽ തന്നെ ഒരു ചെയിൻ പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ആദ്യം നെയ്യത്ത് വെക്കണം. അപ്പോൾ അവിടെ എന്താണെന്നുള്ള ടെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനോട് ആപ്റ്റായിട്ടുള്ള ഇമേജ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈ കഴുകുന്നതാണെങ്കിൽ കൈയിൻ്റെ ഇമേജ് ഉണ്ടാവും, കാല് കഴുകുന്നതാണെങ്കിൽ കാലിൻ്റെ ഇമേജ് ഉണ്ടാവും, ചെവി തടവുന്നതാണെങ്കിൽ ചെവിയുടെ ഇമേജ് ഉണ്ടാവും. അങ്ങനെ അതിനോട് ആപ്റ്റായിട്ടുള്ള കൃത്യമായ ഇമേജ് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുക, കൃത്യമായി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റെപ്പ് കൃത്യമായി കുട്ടിയുടെ മൈൻഡിൽ തറക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ സവിശേഷത. കാരണം കുട്ടികൾക്ക് വിഷ്വലൈസേഷൻ കഴിയും. പിന്നെ കുട്ടികൾ കൃത്യമായ ധാരണ, ഇമേജ് കുട്ടികൾ വുളു ചെയ്യുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ വരും. ഇത് 2-3 തവണ ചെയ്യുന്നതോടുകൂടി അത് പ്രാക്ടിക്കലും കൂടി ചെയ്താൽ കുട്ടിയുടെ വുളു സ്റ്റെപ്സ് വളരെ ക്ലിയർ ആയിരിക്കും. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ സ്റ്റെപ്പുകളാണ്. നിസ്കാരത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ, ഇപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം, നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അങ്ങോട്ട് ഫാത്തിഹ, പിന്നെ റുക്കൂ, സുജൂദ്, ഇഅ്തിദാൽ, കംപ്ലീറ്റ് നേരത്തെ നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്താണ് ഓരോ സ്റ്റെപ്പിന് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനോട് ആപ്റ്റായിട്ടുള്ള ഇമേജ് എടുത്തിട്ട് കുട്ടി പേസ്റ്റ് ചെയ്യുക, ഇവിടെ സ്റ്റിക്ക് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഇതൊരു വെൽക്രോ സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിങ്ങനെ പറിക്കുമ്പോഴും ഒട്ടിക്കുമ്പോഴൊക്കെ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഒരു തരം ഒരു ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ് ഉണ്ടാവും. പുറമെ ഇത് ഇങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു സവിശേഷത. അപ്പോൾ കുട്ടികൾക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ പാരൻ്റ് ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഒരു ആക്ടിവിറ്റിയും നിങ്ങൾ ഒരുപാട് പെട്ടെന്ന് തന്നെ ചെയ്യിക്കാൻ പാടില്ല, ഓരോന്നും സമയമെടുത്ത് തന്നെ ചെയ്യിക്കണം. ഇപ്പോൾ പ്രയർ തന്നെ നിങ്ങൾ 1, 2, 3 ദിവസത്തിൽ ചെയ്യിക്കേണ്ടതാണ്. ഓരോ സ്റ്റെപ്പും കൃത്യമായി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് കുട്ടിക്ക് അത് കൃത്യമായി നിലനിർത്താൻ പറ്റുള്ളൂ. അടുത്ത ആക്ടിവിറ്റി ഗുഡ് ആൻഡ് ബാഡ് ഹാബിറ്റ്സ് ആണ്. ഒരു കുട്ടിയുടെ ഗുഡ് ബാഡ് ഹാബിറ്റ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിൽ റെഡ് കൊടുത്തിട്ടുള്ളത് ബാഡ് ഹാബിറ്റ്സും ഗ്രീൻ കൊടുത്തിട്ടുള്ളത് ഗുഡ് ഹാബിറ്റ്സുമാണ്. ഇതൊരു കുട്ടിയുടെ ഒരു മൈൻഡിൽ എന്താണ് ഗുഡ് ഹാബിറ്റ്, അങ്ങനെ 2 സംഭവങ്ങളുണ്ട്, ഗുഡ് ബാഡ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഗുഡേ ചെയ്യാവും, എനിക്കെപ്പോഴും ഒരു ഗ്രീൻ ടച്ച് വേണം എന്നൊക്കെയുള്ളൊരു ഒരു കോൺസെപ്റ്റ് കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കുട്ടിയുടെ ബിഹേവിയർ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള, ഹാബിറ്റ് ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് ഇസ്ലാമിക് കലണ്ടറാണ്. ഇസ്ലാമിക് മന്ത്സ് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കലുള്ള ഒരു ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും മുതിർന്നവർക്ക് വരെ അത് അറിയാത്തൊരു വിഷയം ഉണ്ടാവും. അപ്പോൾ നമ്മളിൽ കൊടുത്തിട്ടുള്ളത് ഒരുപാട് കാര്യം. ഒന്ന് മന്ത് ഓർഡറിൽ തിരിച്ചറിയുന്നത് മാത്രമല്ല, ഓരോ മന്തിലെയും പ്രധാനപ്പെട്ട സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സംഭവത്തെ റിലേറ്റ് ചെയ്തിട്ട് കുട്ടിക്ക് ആ മന്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ സവിശേഷത. മാത്രമല്ല 12 മന്ത്സും കുട്ടിയുടെ മൈൻഡിൽ നിൽക്കാൻ വരുന്ന നല്ലൊരു ആക്ടിവിറ്റിയാണിത്.
അപ്പോൾ ഇതിൽ ഓരോ മന്തിൻ്റെയും പേര് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിലുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇസ്ലാമിക് മന്ത്സിൻ്റെ ഒരു കൃത്യമായ ഓർഡർ കുട്ടിക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു സവിശേഷം. അപ്പോൾ മുഹറത്തിൽ തുടങ്ങി, മുഹറത്തിൽ ഇപ്പോൾ ഡേ ഓഫ് ആഷൂറയാണ്. അപ്പോൾ അത് കുട്ടി മനസ്സിലാക്കുന്നു. അതുപോലെ ഓരോ അടുത്ത മാസം സഫറാണ്, റബീഉൽ അവ്വലാണ്, റബീഉ സാനി അല്ലെങ്കിൽ റബീഉൽ ആഖിർ എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്, ജമാദുൽ അവ്വൽ. അങ്ങനെ കൃത്യമായ അവസാനം ദുൽഹിജ്ജ വരെ എത്തുന്ന ഓരോ മന്തും അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും വളരെ കൃത്യമായി കുട്ടിക്ക് പഠിക്കാവുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ഇത് 2-3 തവണ ചെയ്യുന്നതോടുകൂടി കുട്ടിക്ക് കൃത്യമായി ഇസ്ലാമിക് കലണ്ടർ മനസ്സിലാവും. അടുത്തൊരു ആക്ടിവിറ്റി പ്രോഫറ്റ്സ് ഇൻ ഇസ്ലാമാണ്. നമ്മൾ ഓരോ പ്രോഫറ്റ്സിൻ്റെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാം, നൂഹ് അലൈഹി സ്വലാം, ഇബ്രാഹിം അലൈഹി സ്വലാം, സുലൈമാൻ അലൈഹി സ്വലാം, യൂസുഫ്, മൂസ, ഈസ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഇവരുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇമേജുകൾ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് അത് റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ ആ സംഭവത്തെയും കുട്ടിക്ക് സംഭവം ഈ പറഞ്ഞു കൊടുക്കണം. എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, അപ്പോൾ ഒരു മരം കാണാം അവിടെ. അപ്പോൾ ആദം നബിയുമായി ബന്ധപ്പെട്ടാണ് സ്വർഗ്ഗത്തിലെ ഒരു വിലക്കപ്പെട്ട കനി കഴിച്ചുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറി ഉണ്ട്. അതുപോലെ കാബയുണ്ട്. കാബ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കാബയുടെ നിർമ്മാണവും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇബ്രാഹിം നബിയാണ്. അപ്പോൾ അത് ഒരു നല്ലൊരു ആക്ടിവിറ്റിയാണ്. കുട്ടിക്ക് വഴി കണ്ടെത്തുക, ഫൈൻഡ് ദ വേ എന്നുള്ളൊരു ആക്ടിവിറ്റി ആകും. ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യാനും, പ്ലസ് ഒരു 8ഓളം പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളും പഠിക്കാൻ വലിയൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഈ പ്രോഫറ്റ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ഇസ്ലാമിൽ, അവരെ എന്തിനാണ് ഇങ്ങോട്ട് നിയോഗിച്ചത്, ഇസ്ലാം ജനങ്ങളെ പ്രബോധനം നടത്താൻ വേണ്ടി അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണ്, ഇതൊക്കെ കുട്ടിയുടെ ഒരു മെമ്മറിയിലേക്ക് വരുത്താൻ ഏറ്റവും നല്ലൊരു ആക്ടിവിറ്റിയാണ് ഇത്. ഓക്കെ, അടുത്ത ഇപ്പോൾ ഇത് ഓരോന്നോരോന്ന് വരച്ച് കൃത്യമായിട്ട് നമുക്ക് എറേസ് ചെയ്യാനും പറ്റും. അതാണ് ഇതിൻ്റെ വലിയൊരു സവിശേഷത. അതൊക്കെ റീയൂസബിളാണ്. അതൊക്കെ നമുക്ക് വീണ്ടും ഇറേസ് ചെയ്യാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ബോക്സിനകത്ത് നല്ല മാർക്കറുണ്ട്. ആ മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഇറേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വീണ്ടും ഇത് ഉപയോഗിച്ച് കുട്ടികൾ കൃത്യമായിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും. ഇതൊന്നും വളരെ വിശാലമായ ഒരു ആക്ടിവിറ്റിയാണ്. പ്രവാചകരുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ 2 സൈക്കിളായി കൊടുത്തു. ഒന്ന് മക്കയിലെ സംഭവങ്ങളും പിന്നെ ഹിജ്റ പോയിട്ട് മദീനയിൽ നടക്കുന്ന സംഭവങ്ങളും. അപ്പോൾ ഇതിൽ കുട്ടിക്ക് നമ്മളിതിൽ ഒരു കളർ വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിൽ ഗ്രീനാണ്. ആ ഗ്രീനിൻ്റെ എന്താണ് ഡാർക്ക് മുതൽ ഇങ്ങനെ ലൈറ്റായിട്ട് വരുന്ന, അപ്പോൾ അതിന് കുട്ടിക്ക് ആ കളർ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ ഇതിൽ വെക്കാനും പറ്റും. ആ കളർ വേരിയേഷൻ നോക്കിയിട്ട് തന്നെ. അപ്പോൾ നല്ല ഡാർക്ക് ആകുമ്പോൾ അവിടെ നബിതങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവം അവിടെ കിട്ടുന്നു. നബിതങ്ങൾ ജനിക്കുന്നു, അങ്ങനെ നബിതങ്ങൾ മക്കയിലേക്ക് പോകുക, മദീനയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ മക്കയിലെ സംഭവങ്ങൾ എന്താണ്, മദീനയിലെ സംഭവങ്ങൾ എന്താണ്, ഹിജ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്, മക്കയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തായിരുന്നു, മദീനയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഇതിലൂടെ ഒരു 6-12ഓളം നബിതങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കുട്ടികൾ പഠിക്കുന്നുള്ളത് വളരെ മനോഹരമായൊരു കാര്യമാണ്. ഒപ്പം നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇതൊന്നും ഒറ്റയടിക്ക് നമ്മൾ ചെയ്യിക്കരുത്. ആദ്യം മക്കയിൽ തന്നെ 1, 2, 3 ആക്ടിവിറ്റികൾ ചെയ്യിക്കുക. ദെൻ മദീനയിലെ മക്കയിൽ തന്നെ മറ്റു റിമൈനിങ് ആക്ടിവിറ്റി ചെയ്യിക്കുക. ദെൻ ഹിജറയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ദെൻ മദീനയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരിക്കൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ കുട്ടി ഇത് ആവർത്തിക്കുകയും ചെയ്താൽ നബിതങ്ങളെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം അവർക്ക്, പൂർണ്ണമെന്ന് പറയുന്നില്ല, ഒരു ചിത്രം അവർക്ക് ലഭിക്കും. ഇത് ദുആ ഫോർ ഡെയിലി ലൈഫാണ്. ഇത് കുട്ടിയുടെ ഹാബിറ്റ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടുള്ള നല്ലൊരു ആക്ടിവിറ്റിയാണ്. ഇത് ഡെയിലി കുട്ടി ചെയ്യുകയും അതിനനുസരിച്ച് ആ സ്റ്റിക്കർ അവിടെ പതിക്കുകയും ചെയ്യുക. അത് നിങ്ങൾ സ്റ്റിക്കറൊക്കെ മുകളിൽ ഒട്ടിക്കാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ വെക്കുക. എന്നിട്ട് വേക്കിംഗ് അപ്പ്, കുട്ടി എണീറ്റാൽ ഈ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ മാ അമാതന ഇലൈഹി നുശൂർ. അപ്പോൾ അത് കുട്ടി അവിടെ ഒട്ടിക്കുന്നു. അടുത്തത് ഇത് പാരൻസിന് വേണ്ടിയൊരു ദുആ ആണ്. അത് എല്ലാ ദിവസവും കുട്ടി ചെയ്യിക്കാനുള്ള നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണമൊക്കെ. അപ്പോൾ ഇത് അവരെ കൊണ്ടൊരു ആക്ടിവിറ്റിയായി ചെയ്യിച്ചാൽ അവർ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഇതിലിപ്പോൾ 7ഓളം പ്രാർത്ഥനകളുണ്ട്. ഇത്രയധികം പ്രാർത്ഥനകൾ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന മറ്റൊരു ആക്ടിവിറ്റി ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അടുത്തുള്ളത് ഒരു ഫൈൻഡ് ദ വേ ടു മസ്ജിദ് എന്നുള്ള ഒരു സംഭവമാണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫൈൻഡ് ദ വേ എന്നുള്ള നിലയ്ക്ക് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ വുളു എടുക്കുക, അതുപോലെ ഡ്രസ്സപ്പ് ആൻഡ് യൂസ് പെർഫ്യൂം ഉപയോഗിക്കുക, മസ്ജിദിലേക്ക് ദുആയോടുകൂടി പ്രവേശിക്കുക, അതുപോലെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക, വെയിറ്റ് ഫോർ ഫർള് പ്രയറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്ന 100ഓളം അറിവുകളാണ് കുട്ടികൾക്ക് ഈ ആക്ടിവിറ്റിയിലൂടെ ലഭിക്കുന്നത്. അതോടൊപ്പം 15ഓളം ആക്ടിവിറ്റികളുണ്ട്, 10ഓളം ഇസ്ലാമിക വിഷയങ്ങളുണ്ട്. തീർത്തും നിങ്ങൾ ആ ലിറ്റിൽ മുഅ്മിൻ എന്ന് പറയുന്ന പദത്തെ തീർത്തും അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള ഒരു മനോഹരമായൊരു എക്സ്ക്ലൂസീവ് പാക്കേജ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് ഉപകരിക്കുന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. അവർ ഇസ്ലാമിക് നോളജ് വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മെത്തേഡായി മാർക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു ചെറിയ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും.
അപ്പോൾ അതിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. അതിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഹൗ ടു യൂസ്, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ വീഡിയോ അതിൽ